ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. മക്കളെ, ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും 100% ഞാൻ ഉറപ്പ് പറയുകയാണ്. ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഷെയർ ചെയ്യുക. കീം 2025 നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ സ്കോറുകൾ വന്നു കഴിഞ്ഞു. ഈ സ്കോറുകൾ വെച്ച് നിങ്ങൾക്ക് എത്ര റാങ്കുകൾ കിട്ടും, അവസാനത്തെ ആ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാകുമോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജിൽ അഡ്മിഷൻ കിട്ടുമോ എന്ന ഒരുപാട് ചോദ്യങ്ങളുമായിട്ട് വിദ്യാർത്ഥികൾ നിരന്തരം കമൻറ്റുകളും ഇൻസ്റ്റാഗ്രാം മെസ്സേജുകളും അതുപോലെ തന്നെ നമ്മളെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും വലിയൊരു ടെൻഷൻ്റെ ആവശ്യമില്ല എന്നതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ സ്കോർ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കീമിന് 10 മാർക്കിന് കൂടുതൽ കിട്ടിയാൽ പാസ്സാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ഉഡായിപ്പ് അല്ലെങ്കിൽ പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജുകളിലോ ഫാർമസി കോളേജുകളിലോ കൊണ്ടുപോയി നശിപ്പിക്കരുത് നിങ്ങളുടെ ജീവിതം. അതായത് എല്ലാ കോളേജുകളും അല്ല ഞാൻ എടുത്ത് പറയുന്നത്, പക്ഷേ ഒരുപാട് വിദ്യാർത്ഥികൾ കൃത്യമായിട്ടുള്ള റാങ്കുകൾ കിട്ടാത്തത് കൊണ്ട് തന്നെ ആ മാർക്ക് അനുസരിച്ച് പൈസ കൊടുത്ത് കെട്ടിവെച്ച് അവസാനം കടക്കണിയിൽ പോയി അവിടെ തന്നെ ചെന്ന് ഉഴപ്പി അവരുടെ ആ ഒരു അക്കാദമിക് നിലവാരമില്ലാത്ത പല കോളേജുകളിലും പഠിക്കുന്നുണ്ട്. അതൊന്നാമത്തെ കാര്യം. അതവിടെ നിൽക്കട്ടെ, നമുക്ക് കീമിൻ്റെ കാര്യത്തിലേക്ക് തന്നെ വരാം. അപ്പോൾ എന്തായാലും നിങ്ങൾ ക്വാളിഫൈഡ് ആയിട്ടുണ്ടെങ്കിൽ ആ റാങ്ക് ലിസ്റ്റിൽ വരും. അപ്പോൾ ആ ക്വാളിഫൈഡ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് ആ കീമിൻ്റെ മാർക്ക് വന്നതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നത് 21-ാം തീയതി നിങ്ങൾ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ കാത്തിരിക്കുന്ന +2 റിസൾട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം എങ്ങനെയാണ് അവസാനത്തെ കീം സ്കോർ വരുന്നതെന്ന്. +2 റിസൾട്ട് വന്നു കഴിഞ്ഞാൽ റീവാലുവേഷനും എല്ലാം കഴിഞ്ഞതിന് ശേഷം ആ മാർക്ക് എൻ്റർ ചെയ്യുവാൻ പോർട്ടൽ ഓപ്പൺ ആവുകയും അതിനും ഇതിനും ഈക്വൽ വെയിറ്റേജ് കൊടുത്തുകൊണ്ട്, അതായത് നിങ്ങൾ മനസ്സിലാക്കുക, ഒരു പക്ഷേ നിങ്ങൾ റിപ്പീറ്റർ അല്ലായിരിക്കും, ഫസ്റ്റ് ചാൻസിൽ തന്നെ കീം എഴുതി ഇപ്പോൾ സ്കോർ വന്നപ്പോൾ ആവറേജ് സ്കോർ ഉണ്ട്. പക്ഷേ നിങ്ങൾ +2 പരീക്ഷയിൽ നല്ല കോൺഫിഡൻ്റ് ആണ്. അത് മലയാളം ഇംഗ്ലീഷ് അങ്ങനെയൊന്നുമല്ല, PCM കെമിസ്ട്രി മാത്സ് ഫിസിക്സ്. അപ്പോൾ അതിൻ്റെ മാർക്കുകൾ കൺസിഡർ ചെയ്തുകൊണ്ട്, അതും +1ൻ്റെ മാർക്കല്ല, നിങ്ങൾ വിടുക. +1 ഇമ്പ്രൂവ്മെൻറ്റ് മാർക്ക് കുറഞ്ഞു അതൊന്നും നോക്കണ്ട. +2-വിൽ PCM-ന് എത്ര കിട്ടുന്നു അതിനെയാണ് വീണ്ടും ആവറേജ് ചെയ്ത് നോർമലൈസ് ചെയ്ത് 300-നാക്കി നിങ്ങളുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റിലേക്ക് വരാൻ പോകുന്നത്. ഇനി ഒരു അഡ്വാൻറ്റേജ് കൂടിയുണ്ട് മക്കൾ, അത് മറ്റൊന്നുമല്ല. ഈ ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ ഒരു നോർമൽ റാങ്ക് ലിസ്റ്റ് വരുന്നതിനോടൊപ്പം തന്നെ കാറ്റഗറി റാങ്ക് ലിസ്റ്റ് വരും. അത് SC, OBC, ST. അപ്പോൾ അതും നിങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളുടെ +2 മാർക്ക് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ഇപ്പോൾ കിട്ടിയ കീം മാർക്കിൻ്റെ കൂടെ ആ ഒരു ഫൈനൽ റാങ്ക് ലിസ്റ്റിൽ എത്ര സ്കോർ വരുമെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലൊന്ന് കണക്കാക്കാം. ഇനി ഈ ഒരു സ്കോർ വെച്ച് എത്ര റാങ്ക് വരും എന്നുള്ളതാണ് നിങ്ങളുടെ കൺഫ്യൂഷൻ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ടത് മറ്റൊന്നുമല്ല, നിങ്ങൾ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന ഒരു 5 കോളേജുകൾ ഒന്ന് ലിസ്റ്റ് ചെയ്യുക. അത് കേരളത്തിലെ ടോപ്പ് 5 എഞ്ചിനീയറിംഗ് കോളേജുകൾ തന്നെ ആയിക്കോട്ടെ. അപ്പോൾ അവിടുത്തെ വെബ്സൈറ്റുകളിൽ പോയി കഴിഞ്ഞ വർഷം അഡ്മിഷൻ കിട്ടിയതിൻ്റെ കീം റാങ്ക് കട്ട് ഓഫ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും എത്രയാണ് എന്ന് ചെക്ക് ചെയ്യുക. അത് വെച്ചിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു ഐഡിയ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കും താൻ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഇന്ന രീതിയിൽ വയ്ക്കണം, സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്ക് പോവേണ്ടി വരുമോ തൻ്റെ മാർക്ക് അനുസരിച്ച് കൃത്യമായിട്ടുള്ളൊരു ധാരണ കിട്ടും. അല്ലാതെ വാരി വരിച്ച് നമുക്ക് കിട്ടാൻ സാധ്യതയില്ലാത്ത കുറേ ഡിപ്പാർട്ട്മെൻറ്റ്സും കോളേജുകളും ഒക്കെ വെച്ച് ആ അലോട്ട്മെൻറ്റ് പ്രൊസീജിയറിൽ നിന്ന് തന്നെ പുറത്തു പോകുന്നതിനേക്കാളും ഇത്തരത്തിലൊരു കൃത്യമായ പ്ലാനിങ് നടത്തിയാൽ നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ കൃത്യമായിട്ടുള്ള എഞ്ചിനീയറിംഗ് കോളേജുകളിൽ അഡ്മിഷൻ കിട്ടും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു വർക്കിംഗ് ഔട്ട് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.